നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന കോച്ച് ആരാണ്? പെപ് ഗാർഡിയോള, ലൂയിസ് എൻട്രീക്കെ, മൈക്കൽ ആർട്ടിറ്റ, ഹൻസി ഫ്ലിക്ക്, വേണ്ട കാർലോ ആഞ്ചലോട്ടി എന്ന ഇവരാരുമല്ല. അതാണ് അതിൽ ഏറ്റവും രസകരമായ കാര്യം. ശരിയാണ്, കാർലോ ആഞ്ചലോട്ടി ദേശീയ ടീമിൻ്റെ കോച്ചുമാരിൽ ഏറ്റവും അധികം സാലറി വാങ്ങുന്നയാളാണ്. ഇപ്പോൾ UOL സ്പോർട്ട് ബ്രസീലിയൻ മാധ്യമം ഒരു കണക്ക് പുറത്തുവിടുന്നുണ്ട്. ആഞ്ചലോട്ടിയുടെ 9.5 മില്യൺ യൂറോസ് ദേശീയ ടീമിലെ കോച്ചുമാരിൽ ഏറ്റവും അധികം സാലറി പെർ ഇയർ വാങ്ങുന്ന കോച്ചാണ് അദ്ദേഹം. പക്ഷേ മൊത്തം ക്ലബ് ഫുട്ബോളും ദേശീയ ഫുട്ബോളും ഒരുമിച്ചെടുക്കുമ്പോൾ അദ്ദേഹം 11ാം സ്ഥാനത്ത് മാത്രമേ വരുന്നുള്ളൂ. 10ാം സ്ഥാനത്ത് ഉനായി എമറിയാണ്, ആസ്റ്റൺ വില്ലയുടെ കോച്ച്, 10 മില്യൺ യൂറോ. 9ാം സ്ഥാനത്ത് അൽ ഇത്തിഹാദിൻ്റെ കോച്ച് സെർജിയോ കോൺസിസാവോയാണ്, 10 മില്യൺ യൂറോസ്. 8ാം സ്ഥാനത്ത് അൽ അഹ്ലിയുടെ കോച്ചാണ് മാത്യസ് ജെയ്സിൽ, 12 മില്യൺ യൂറോ. 7ാം സ്ഥാനത്താണ് PSG ലൂയിസ് എൻട്രിക്കെ, 12 മില്യൺ യൂറോ. 6ാം സ്ഥാനത്താണ് അൽ നസറിൻ്റെ ഓർഗെ ഹീസസ് ഉള്ളത്, 13 മില്യൺ യൂറോ. 5ാം സ്ഥാനത്ത് ഡേവിഡ് മോയിസ് ആണ്, എവേർട്ടൻ്റെ കോച്ച്, 14.3 മില്യൺ യൂറോസ് പെർ ഇയർ. 4ാം സ്ഥാനത്ത് മൈക്കൽ ആർട്ടിറ്റ, ആഴ്സണലിൻ്റെ കോച്ചിൻ്റെ പെർ ഇയർ സാലറി 17.8 മില്യൺ യൂറോ. 3ാം സ്ഥാനത്താണ് പെപ് ഗാർഡിയോളയുള്ളത്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചിൻ്റെ സാലറി 23.7 മില്യൺ യൂറോ പെർ ഇയർ. 2ാം സ്ഥാനത്ത് അൽ ഹിലാലിൻ്റെ സിമോൺ ഇൻസാഗി, 26 മില്യൺ യൂറോ. ഒന്നാമതാരാ? യെസ്, അയാൾ തന്നെ, ഡിയേഗോ സിമയോണി. വർഷങ്ങളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോച്ചാണ് അദ്ദേഹം. ഒരു 10 പതിറ്റാണ്ട് പിന്നിടുന്നു. ആ കോച്ചിന് അവർ പെർ ഇയർ കൊടുക്കുന്ന സാലറി 34 മില്യൺ യൂറോയാണ്. യെസ്, ലോകത്തെ ഏറ്റവും സാലറി വാങ്ങുന്ന കോച്ച് സാക്ഷാൽ ഡിയേഗോ സിമയോണി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.